അന്ന് വായിട്ടലച്ചത് എന്തിന്? നാണക്കേട്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റിയെക്കുറിച്ച് വി.ഡി. സതീശനടക്കം ഉള്ള UDF നേതാക്കൾ പറയാൻ ഇനി ബാക്കിയൊന്നുമില്ല. അത്രമാത്രം ആരോപണങ്ങളാണ് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ UDF നേതാക്കൾ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെ ഉന്നയിച്ചത്. ഇപ്പോഴിതാ പറഞ്ഞതെല്ലാം വിഴുങ്ങിക്കൊണ്ട് ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ കരാർ എടുക്കുന്നതിനുള്ള അനുമതി നീട്ടി നൽകിയിരിക്കുകയാണ്. ആര്? ധനകാര്യ വകുപ്പ്. ധനകാര്യ വകുപ്പിന്റെ ചുമതലയാർക്കാണ്? മുഖ്യമന്ത്രി വി.ഡി. സതീശന്. ഊരാളുങ്കലിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച നേതാവ് ആരാണ്? വി.ഡി. സതീശൻ. കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വി.ഡി. സതീശനാണ് ഏറ്റവും കൂടുതൽ CPM-നെയും ഊരാളുങ്കലിനെയും ചേർത്തുകൊണ്ട് കടന്നാക്രമിച്ചത്. ഇപ്പോഴിതാ അതേ വി.ഡി. സതീശൻ കൈയാളുന്ന ധനകാര്യ വകുപ്പ് ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ കരാർ എടുക്കുന്നതിനുള്ള അനുമതി നീട്ടി നൽകിയിരിക്കുകയാണ്. മെയ് 31-ന് ഊരാളുങ്കലിന്റെ കാലാവധി കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ മാസം അവസാനം വരെ നീട്ടിക്കൊണ്ടാണ് സതീശന്റെ ധനകാര്യ വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇനി സതീശൻ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ എന്തൊക്കെയാണ് ഊരാളുങ്കലിനെ കുറിച്ച് പറഞ്ഞത്? 2023 ജൂൺ 16-ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ ഊരാളുങ്കലിനെ കുറിച്ച് പറഞ്ഞത് CPM-ന്റെ അഴിമതി പണമാണ് ഊരാളുങ്കലിൻ്റെതെന്നാണ്. ഊരാളുങ്കലിനെ വഴിവിട്ട് CPIM നേതാക്കൾ സഹായിക്കുന്നു. CPM-ന്റെ പണം ഊരാളുങ്കലിന്റെ പെട്ടിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഇതൊരു തട്ടിപ്പ് സങ്കേതമാണ് ഈ ഊരാളുങ്കൽ എന്നാണ് 2023 ജൂൺ 16-ാം തീയതി അന്ന് വി.ഡി. സതീശൻ പറഞ്ഞത്. ആ വി.ഡി. സതീശനാണ് ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിക്ക് ടെൻഡറില്ലാതെ കരാറെടുക്കുന്നതിനുള്ള അനുമതി ഈ മാസം അവസാനം വരെ നീട്ടി നൽകിയിരിക്കുന്നത്. എന്ത് തന്നെയായാലും ആ ഒരു പ്രസംഗം കേട്ടിട്ട് നമുക്ക് മടങ്ങി വരാം. CPM-ന്റെ അഴിമതി പണം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഊരാളുങ്കൽ സൊസൈറ്റി. അവർക്ക് വഴിവിട്ട് കേരളത്തിലെ പ്രവർത്തികൾ കൊടുക്കുകയാണ്. ശാസ്ത്രീയമായ ഗവേഷണം നടത്തി കേരളത്തിൽ അഴിമതി നടത്തുമ്പോൾ ആ പെട്ടിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഊരാളുങ്കലിലെ ലാഭവും ഊരാളുങ്കലിലെ കമ്മീഷനും ഒക്കെ പോകുന്നത് ആ പെട്ടിയിരിക്കുന്ന സ്ഥലത്തേക്കാണ്. കേരളത്തിന്റെ ഖജനാവ് കൊള്ളയടിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ. വി.ഡി. സതീശൻ മാത്രമാണ് ഊരാളുങ്കലിനെ വിമർശിച്ചത്. അല്ല, 2026 ഏപ്രിൽ 7-ാം തീയതി AICC ജനറൽ സെക്രട്ടറി ആയിരുന്ന KC വേണുഗോപാൽ ഊരാളുങ്കലിനെ കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഊരാളുങ്കലിൻ്റെത് തട്ടിപ്പ് പരിപാടിയാണ്. ഊരാളുങ്കൽ എന്ന് പറയുന്നത് ഒരു തട്ടിക്കൂട്ട് സംഭവമാണ്. ഇടതുഭരണത്തിന്റെ അഴിമതിയുടെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ഊരാളുങ്കലാണ്. കേരളത്തിലെ കള്ളപ്പണത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത് ഊരാളുങ്കലാണ് എന്നായിരുന്നു KC വേണുഗോപാൽ ഉയർത്തിയ ആരോപണം. ഇടതുപക്ഷ ഭരണത്തിന്റെ പ്രഭവ കേന്ദ്രവും അത് അവസാനിക്കുന്നതുമെല്ലാം ഊരാളുങ്കലിലാണ്. ഒരു സഹകരണ സൊസൈറ്റി എന്ന പേരിലാണ്. ആ സൊസൈറ്റി എന്ന പേരിൽ ടെൻഡർ ഇല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട കോടികളുടെ കരാർ അവർ ഏറ്റെടുക്കും. അവർ മുഴുവൻ കൊടുക്കുന്നത് സൊസൈറ്റി എല്ലാം നടത്തുന്നത് സബ് കോൺട്രാക്റ്റാണ്. എല്ലാവർക്കും അവരാണ്. അവസാനം ശബരിമല അയ്യപ്പ സംഗമം പോലും അവരുടെ സബ് കോൺട്രാക്റ്റിലാണ് പോയത്. അവിടെ കൊണ്ടും തീർന്നില്ല. അതാ വരുന്നു KM ഷാജി. മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി പറഞ്ഞത് മോദിക്ക് എങ്ങനെയാണോ അദാനി അതുപോലെയാണ് പിണറായി വിജയന് ഊരാളുങ്കൽ. പിണറായി വിജയന്റെ അഴിമതി പണം കൊണ്ട് തള്ളുന്ന കേന്ദ്രമാണ് ഊരാളുങ്കൽ എന്നായിരുന്നു KM ഷാജി വിമർശിച്ചത്. അദാനി എങ്ങനെയാണോ മുഖ്യമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ കള്ളപ്പണത്തെ വെളുപ്പിക്കുന്നത് എന്നതുപോലെ മുഖ്യമന്ത്രിയുടെയും സഖാക്കളുടെയും കള്ളപ്പണം വെളുപ്പിക്കുന്ന കേരളത്തിന്റെ അദാനിയാണ് ഈ പറയുന്ന ഊരാളുങ്കൽ എന്ന് പറയുന്നത്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഇത്തരം എന്തെല്ലാം ആക്രമണങ്ങളാണ് മുസ്ലിം ലീഗും കോൺഗ്രസും ഊരാളുങ്കലിന് എതിരായി അഴിച്ചുവിട്ടത്. എന്നാൽ ഭരണപക്ഷത്തേക്ക് എത്തിയപ്പോൾ അവർ പറഞ്ഞതെല്ലാം വിഴുങ്ങിക്കഴിഞ്ഞു. നിയമസഭയിൽ പൊതുമരാമത്ത് മന്ത്രി P.K. ബഷീർ ഊരാളുങ്കലിന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകി. ഇത്രയും നല്ല ഒരു സൊസൈറ്റി കേരളത്തിൽ ഇല്ല എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു. ഊരാളുങ്കൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി പൊതുമരാമത്ത് വകുപ്പിന്റെ ഒരു കരാറ് പോലും വഴിവിട്ട് എടുത്ത കമ്പനിയല്ല, വഴിവിട്ടെടുത്ത സൊസൈറ്റിയല്ല. ഒരൊറ്റ കരാർ പോലും ഊരാളുങ്കൽ ക്രമക്കേട് കാണിച്ചിട്ടില്ല എന്ന് നിയമസഭയിൽ പറഞ്ഞത് UDF-ന്റെ മുസ്ലിം ലീഗിന്റെ നേതാവ് കൂടിയായ പൊതുമരാമത്ത് മന്ത്രി P.K. ബഷീറാണ്. തീർന്നില്ല, അദ്ദേഹം ഒരു ഗുഡ് സർട്ടിഫിക്കറ്റും കൂടി ഊരാളുങ്കൽ നൽകിയിരിക്കുന്നു. 140 കോടി രൂപ ലാഭം ഉണ്ടാക്കിയ നല്ല ഒന്നാം തരം സൊസൈറ്റിയാണ് ഊരാളുങ്കൽ എന്നാണ് P.K. ബഷീർ പറഞ്ഞിരിക്കുന്നത്. പൊതുമരാമത്ത് ദേശീയപാത വിഭാഗത്തിന്റെ കീഴിൽ മോർത്ത് SPD പ്രകാരം ചെയ്യുന്ന പ്രവൃത്തികളിൽ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പ്രത്യേക മുൻഗണന നിലവിൽ ഇല്ല.
എന്നാൽ പൊതുമരാമത്ത് സ്റ്റേറ്റ് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ദേശീയപാത പ്രവൃത്തികളിൽ മേൽ സൂചിപ്പിച്ച സർക്കാർ ഉത്തരവുകൾ ബാധകമാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികളിൽ ഊരാളുങ്കൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നടപടിക്രമങ്ങൾ പാലിക്കാതെ പ്രവൃത്തി അനുവദിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികളെല്ലാം തന്നെ ഗുണനിലവാര പരിശോധന കർശനമായി പാലിക്കുന്നുണ്ട്. PWD മാനുവൽ, SBD കണ്ടീഷൻ എന്നിവ അനുസരിച്ചാണ് ഇവ നടപ്പിലാക്കുന്നത്. ഗുണനിലവാര പരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് കരാറുകാർക്ക് ബിൽ തുക നൽകുന്നത്. പ്രവൃത്തികളുടെ ഗുണനിലവാരം സംബന്ധിച്ച പരാതി ലഭിക്കുകയാണെങ്കിൽ അന്വേഷണം നടത്തുന്നതാണ്. പിന്നെ ആണെങ്കിൽ അവർ ആദ്യം നല്ല ക്വാളിറ്റി വർക്കായിരുന്നു, അതുകൊണ്ടാണ് എല്ലാവരും ഊരാളുകളുടെ പിന്നാലെ പോയത്. അങ്ങനെ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പറഞ്ഞതെല്ലാം വിഴുങ്ങിക്കൊണ്ടാണ് ഇപ്പോൾ ധനവകുപ്പ് ഊരാളുങ്ങളുടെ കാലാവധി ഈ മാസം അവസാനം വരെ നീട്ടി നൽകിയിരിക്കുന്നത്. മെയ് 31 കാലാവധി അവസാനിച്ച ഊരാളുങ്ങളുടെ ടെൻഡർ ഇല്ലാത്ത കരാർ എടുക്കുന്നതിന് സർക്കാർ അനുമതി, ധനവകുപ്പിന്റെ അനുമതി ഈ മാസം 30 വരെ നീട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതിനാണോ നിങ്ങൾ ഇത്രയും നാൾ വായിട്ടലച്ചത്? പ്രതിപക്ഷത്തായിരുന്നപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഊരാളുങ്കലിനെതിരായിട്ട് വായിട്ടലച്ചത്? ഇതിനു വേണ്ടിയിട്ടായിരുന്നു, ഊരാളുങ്കലിന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകാൻ വേണ്ടിയിട്ടായിരുന്നു, ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ കരാർ എടുക്കുന്നതിനുള്ള അനുമതി നീട്ടി നൽകാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെയെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇത്രയും പേരെ, കേരളത്തിലെ വരുന്ന 3.5 കോടി ജനങ്ങളെ എന്തിനാണ് നിങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പറ്റിച്ചത്? എന്തിനായിരുന്നു നിങ്ങൾ ഊരാളുങ്കലിനെതിരായി വായിട്ടലച്ചത്? എന്തൊരു നാണക്കേടായിരുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.